ഹലോ ഫ്രണ്ട്സ്, ഇതേ ഇന്ന് കത്തിരിക്ക കൊണ്ടുള്ള അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, വലിപ്പം നോക്കും, ഭയങ്കര വലിയ കത്തിരിക്കയല്ലേ. നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറുണ്ടെങ്കിലും ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് മേടിക്കണതാണ് കേട്ടോ. ഞാൻ കാണുമ്പോഴൊക്കെ വിചാരിക്കും ഇങ്ങനെ എവിടെ നിന്നെങ്കിലും ഇത് മേടിക്കണമെന്ന്. 2 തവണ ഞാൻ ലുലു മോളിൽ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടുകൂട്ടത്തിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് മേടിച്ചിട്ടാ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗവും എന്താണ് പുഴു കയറിപ്പോയിട്ട് അതേ കണ്ട. പിന്നെ നല്ലത് നോക്കിയിട്ട് അതിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെയാണ് അരിഞ്ഞെടുത്തേക്കണം. അതിൽ ഇതേപോലെ നമ്മൾ മീനിനൊക്കെ പക്ഷേ വര വിട്ട് കൊടുക്കൂലേ, അങ്ങനെ വരഞ്ഞ് 2 സൈഡും വരഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിനുള്ള മസാല. ഞാൻ ചിക്കൻ ഫ്രൈ മസാലയാണ് ഇടുന്നത്. നമുക്ക് പെരുംജീരകം ആണെങ്കിൽ പൊടിച്ച പെരുംജീരകം പൊടിയില്ല, അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഉപ്പുണ്ട്, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചൊന്ന് എടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിനൊന്ന് നമ്മൾ ചമ്മന്തിയൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കൂലേ, ആ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കീറി വച്ചേക്കുന്ന അതിലേക്ക് മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. 2 സൈഡും നല്ല രീതിക്ക് മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല ഒരു ഫ്രൈ പാനിൽ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ കുറച്ച് മുഞ്ചിന് വേണ്ടി ഇട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ലേ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വഴുതനങ്ങയും കൂടി, വഴുതനങ്ങ അല്ലല്ലോ, കത്തിരിക്കയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യുക, എന്തൊരു ഭംഗിയെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താണ്, വേറൊരു ഷോ ഓഫ്. എന്നിട്ട് മറിച്ചിടുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്, മറിച്ചിടുന്ന പരിപാടി. എനിക്ക് ഭയങ്കര പാടാണ്. മീനായിരുന്നാലും എന്ത് സംഭവമാണെങ്കിലും കേട്ടോ, മറിച്ചിടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ച് മറിച്ച് കഴിക്കണം. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. സ്വർഗം കിട്ടിയൊരു ഫീലൊക്കെ കിട്ടും കേട്ടോ ഇത് കഴിക്കുമ്പോഴത്തേക്ക്. ഒരു പറ ചോറ് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് പറ്റേ അമ്മാതിരി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു കത്രിക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വെറുതെ ഞാൻ പറയുകയല്ല. ഞാൻ ഇരിക്കണ ഇരിപ്പിന് തന്നെ കുറേ ചോറ് ഇങ്ങനെ തിന്ന് കേട്ടോ. അപ്പോൾ എന്ത് വിശേഷം, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ.